പഴയങ്ങാടിയിലും കണ്ണപുരത്തും ആധുനിക മത്സ്യമാർക്കറ്റുകൾ നിർമ്മാണം ആരംഭിച്ചില്ല. ഇതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടി പൂർത്തിയായില്ല. പ്രതിഷേധം വ്യാപകം. കണ്ണപുരത്തും പഴയങ്ങാടിയിലും ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതിന് MLA ഇടപെട്ട് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ മാർക്കറ്റ് നിർമ്മാണം എങ്ങുമെത്തിയില്ല. പഴയങ്ങാടിയിൽ 13 മത്സ്യ സ്റ്റാളും 6 മുറികളും കണ്ണപുരത്ത് 12 സ്റ്റാളുകളും നിർമ്മിക്കും എന്നായിരുന്നു പ്രഖ്യാപനം. സ്ഥലപരിശോധന കഴിഞ്ഞ് 2 വർഷമാകാറായിട്ടും തുടർ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഇരു മാർക്കറ്റിലും മാംസം വിൽപ്പനക്കുള്ള സൗകര്യവും മലിനജലം ശുദ്ധീകരിച്ച് പുറന്തള്ളുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞിരുന്നു. പഴയങ്ങാടിയിൽ 1.26 കോടിയും ചെറുകുന്ന് തറക്ക് 99.39 ലക്ഷം രൂപയുടെ ധനകാര്യ അനുമതിയുമാണ് കിഫ്ബിയിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാർക്കറ്റ് നിർമ്മിക്കാൻ സർക്കാർ അനുവദിച്ചത്. ഏറെ നാളുകളായുള്ള ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ് ആധുനിക മത്സ്യ മാർക്കറ്റ്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പ്രസ്തുത പ്രവൃത്തികൾ നിർവഹിക്കേണ്ടത്. ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി എത്രയും വേഗത്തിൽ നിർവഹിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകിയെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. ഒരുപാട് ആളുകൾ ദിവസേന ഈ താൽക്കാലിക ഷെഡിൽ നിന്നും മത്സ്യം വാങ്ങി പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത്രയും നല്ല സ്ഥലത്ത് അല്ലെങ്കിൽ ഉചിതമായ ഈ സ്ഥലത്ത് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് പണിത് ഉപയോഗമാക്കണമെന്നാണ് പറയാനുള്ളത്. ഏഴോം പഞ്ചായത്ത് നിർമ്മിച്ച മത്സ്യ മാർക്കറ്റ് ഇപ്പോൾ മത്സ്യ കച്ചവടക്കാർ ഉപയോഗിക്കാതെ പച്ചക്കറികൾ സൂക്ഷിക്കുന്ന സ്ഥലമായി മാറി. റോഡരികിൽ ഷെഡ് കെട്ടിയാണ് ഇപ്പോൾ മത്സ്യ കച്ചവടം നടത്തുന്നത്. മത്സ്യ മാർക്കറ്റിന് സമീപത്തായി റിവർവ്യൂ പാർക്കിന് വേണ്ടി നിർമ്മിച്ച മൂത്രപ്പുര ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. മത്സ്യ മാർക്കറ്റ് ഉടനടി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെയും മത്സ്യ കച്ചവടക്കാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.